ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിതാ രാവിലെ തന്നെ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി നന്നായിട്ട് മഴ പെയ്തതുകൊണ്ട് തന്നെ നല്ലൊരു സുഖം കേട്ടോ. പിന്നെ ഇങ്ങനെ മുറ്റം ഇങ്ങനെ നനഞ്ഞതിങ്ങനെ കണ്ട് ഈ ഒരു ഇത് കണ്ടിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് അല്ലേ. പിന്നെ വെയിൽ വന്നാൽ ചൂടൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഇത്രയും രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ചെടികളുടെ അടുത്തേക്കൊക്കെ പോയി നോക്കി. ചെടികളൊന്നും ഇപ്പോൾ മൈൻഡേ ചെയ്യാറില്ല കേട്ടോ. കാരണം എനിക്ക് 9 മന്ത് ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും കാര്യമുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാറില്ല, വെറുതെ നനച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് പിന്നെ നോമ്പായതുകൊണ്ടൊക്കെ ഒരു നേരം നന്നായിട്ട് നനച്ച് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചെടികൾ വാടി പോകുമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ അതും നടക്കലുണ്ടാവില്ല. കാരണം അത്രയും ക്ഷീണമുണ്ട്. അപ്പോൾ കാട് പിടിച്ച് നിൽക്കണ പോലെ ഉണ്ട് കേട്ടോ ചെടികളൊക്കെ. അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട്. ഇപ്പോൾ മഴ പെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഈ ഒരു ചെടിയിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഫ്ലവേഴ്സ് ഇടുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറേ നമ്മുടെ അടുത്തുള്ളത് മണി പ്ലാന്റ്സ് ആയതുകൊണ്ട് പൂക്കളുള്ള ചെടികൾ കുറവാണ് കേട്ടോ. ഈ പൂക്കളുള്ള ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. പിന്നെ നമ്മുടെ മുളകും തൈയും അതുപോലെ തക്കാളി തൈയും ഒന്നും ഇതുവരെ ഇത്രയും വലുപ്പമായിട്ടോ, പക്ഷേ ഇതുവരെ എനിക്ക് മാറ്റി നടാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്നോ നാളൊക്കെ ആയിട്ട് നടണം കേട്ടോ. ഒന്നാമത് നമ്മുടെ നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഈവനിങ് ഒരു ടൈം കിട്ടില്ല കേട്ടോ. രാവിലെ ആണെങ്കിൽ നമ്മൾ വേഗം മറ്റേ പണിയൊക്കെ കഴിച്ചാകുമ്പോഴേക്കും നല്ല വെയിലാകും. അപ്പോൾ പിന്നെ അത് നടാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വേഗം ചെടികളൊക്കെ നോക്കിയതിന് ശേഷം വേഗം പണികളൊക്കെ സ്റ്റാർട്ടാക്കിട്ടോ. മുറ്റം കടിച്ച് വാരി തുടങ്ങി. അങ്ങനെ മുറ്റം ക്ലീനാക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടോ എൻ്റെ. അതൊക്കെ കഴിഞ്ഞതാ ഞാൻ ബെഡിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ബെഡ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് പാടെ. കാരണം അതിന് ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എണീറ്റിട്ട് നന്നാക്കാന്ന് വെച്ചതായിരുന്നു. പിന്നെ ഇന്നലത്തെ തിരുമ്പിയതൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ ക്ലീനാക്കിയിട്ട് ഒക്കെ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒന്നും കൂടെ സന്തോഷം കേട്ടോ. പിന്നെ ഇത് ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു ക്ലിപ്പാണ്. നമ്മുടെ ഓർക്കാപ്പുളിമ ഇഷ്ടം പോലെ ഓർക്കാപ്പുളി ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് പേർക്ക് കൊടുത്തു കേട്ടോ. കാരണം വേസ്റ്റ് ആക്കണത് വെച്ച് ഒരുപാട് പേർക്ക് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് ബാക്കി വെച്ചിട്ട് നമ്മളത് ഉപ്പിലിടാനല്ല അച്ചാറിടാനും അതുപോലെ തന്നെ നമ്മൾ ഉണക്കാനും വെക്കാമെന്ന് വെച്ചിട്ടോ. ഉപ്പിട്ടിട്ട് ഉണക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ അച്ചാറിനുള്ള ഓർക്കാപ്പുളിയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. നമ്മൾ അച്ചാറും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ അച്ചാറും ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഉണക്കാൻ വെച്ച ഓർക്കാപ്പുളി ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാട് ദിവസം ഉണക്കിയെടുത്തതാണ്. ഇന്നത്തേക്ക് ഇത് ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.